നമസ്കാരം, ഏവർക്കും ലെമൺ PSC കോച്ചിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബയോളജിയിലെ ടോപ്പിക്കാണ്. കോശത്തിൻ്റെ ഘടന, അതുപോലെ കലകൾ എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ കോശത്തിൻ്റെ ഘടന, കോശത്തിനുള്ളിൽ എന്തൊക്കെയാണുള്ളത്, പ്രധാനപ്പെട്ട കോശഭാഗങ്ങൾ ഏതൊക്കെയാണ്, പിന്നെ കോശത്തെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ, ശാസ്ത്രജ്ഞന്മാരുടെ പേര്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. എന്താണ് കോശം എന്ന് പറയുന്നത്? നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ് അല്ലേ. ഘടനാപരവും ധർമ്മപരവുമായ ജീവൻ്റെ അടിസ്ഥാന ഘടകമാണ് എന്ത് കോശം എന്ന് പറയുന്നത് അല്ലേ. നമുക്കറിയാം. അപ്പോൾ ഈ കോശങ്ങൾ ജീവൻ്റെ നിർമ്മാണ ഘടകങ്ങൾ എന്നറിയപ്പെടുന്നതാണ് ഇത് കോശങ്ങൾ എന്ന് പറയുന്നത്. കോശത്തെക്കുറിച്ചുള്ള പഠനമാണ് സെൽ ബയോളജി അല്ലെങ്കിൽ സൈറ്റോളജി അല്ലെങ്കിൽ കോശവിജ്ഞാനീയം എന്നൊക്കെ അറിയപ്പെടുന്നത് കോശത്തെക്കുറിച്ചുള്ള പഠനമാണ്. ഇതിൻ്റെ ഒരു അർത്ഥം ചെറിയ മുറി എന്ന അർത്ഥം വരുന്ന സെല്ല എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് സെൽ എന്നുള്ള ഇംഗ്ലീഷ് പദത്തിൻ്റെ ആവിർഭാവം. അപ്പോൾ സെല്ലെന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ മുറി എന്നാണ് അർത്ഥം. നമുക്കറിയാം, ഒരു കോശമുള്ള ഏകകോശ ജീവികളുണ്ട്, ബാക്ടീരിയ പോലുള്ളത്. പിന്നെ ബഹുകോശ ജീവികൾ, മനുഷ്യരുൾപ്പെടെയുള്ളത് എന്താണ്? ബഹുകോശ ജീവികളാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക്കായിട്ട് സെല്ലിനെ പറ്റി പറയാനുള്ളത്. എല്ലാ ജീവജാലങ്ങളും ഒന്നോ അതിലധികമോ കോശങ്ങൾ കൊണ്ടാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ കോശങ്ങൾക്കും മുമ്പ് നിലനിരുന്ന കോശങ്ങളിൽ നിന്നാണ് ഉടലെടുത്തത്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ കോശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവനുള്ള എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കോശങ്ങൾ കൊണ്ടാണ്. കോശത്തെക്കുറിച്ചുള്ള പഠനം ഇപ്പോൾ ഞാൻ പറഞ്ഞു, സൈറ്റോളജി അല്ലെങ്കിൽ കോശവിജ്ഞാനീയം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കോശത്തെ നിരീക്ഷിച്ചത് മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടി ആദ്യമായിട്ട് കോശങ്ങളെ നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്ക് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ്. ആരാണ്? റോബർട്ട് ഹുക്ക്. അത് 1665 1665 അദ്ദേഹം മൈക്രോസ്കോപ്പിലൂടെ കോശങ്ങളെ നിരീക്ഷിച്ചത്. അങ്ങനെ അയാൾ നോക്കിയപ്പോഴത്തേനും ചെറിയ ചെറിയ അറകൾ കണ്ടെത്തി. അദ്ദേഹം സെല്ലെന്ന് വിളിച്ചു. മൈക്രോസ്കോപ്പിലൂടെ നോക്കിയപ്പോൾ കണ്ടെത്തിയ അറകളെയാണ് അദ്ദേഹം സെല്ലെന്ന് വിളിച്ചത്. നമ്മൾ പറഞ്ഞു, സെല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലാറ്റിൻ വേർഡാണ്. അതിൽ തന്നെ ചെറിയ മുറി എന്നാണ് അതിനർത്ഥം. അങ്ങനെ അതുപോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞു, കോശത്തെക്കുറിച്ചുള്ള പഠനമാണ് സെൽ ബയോളജി അല്ലെങ്കിൽ സൈറ്റോളജി അല്ലെങ്കിൽ കോശവിജ്ഞാനികം എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ കോശവിജ്ഞാനീയത്തിലെ ചില പ്രധാനപ്പെട്ട പോയിൻ്റാണ് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നത്. നോക്കിക്കുക എന്തൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് റോബർട്ട് ഹുക്ക് 1665 മൈക്രോസ്കോപ്പിലൂടെ കോശങ്ങളെ നിരീക്ഷിച്ചതാണ്. ആദ്യമായിട്ട് കോശങ്ങളെ നിരീക്ഷിച്ചു. ഇനി അടുത്തതാണ്, നമുക്കറിയാം കോശത്തിൻ്റെ കേന്ദ്രം എന്താ അറിയപ്പെടുന്നത്? ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അല്ലേ. ഈ കോശ കേന്ദ്രം കണ്ടുപിടിച്ച ആളാണ് റോബർട്ട് ബ്രൗൺ. ആരാണ്? റോബർട്ട് ബ്രൗൺ. അത് 1831 കണ്ടുപിടിച്ചത് കോശകേന്ദ്രം അല്ലെങ്കിൽ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ. ഇനി അടുത്തത്, സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ്, അതുപോലെ ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ്. അങ്ങനെ കണ്ടെത്തിയത് ആരാണ്? സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MJ സ്ലീഡൻ. ആരാണ്? MJ സ്ലീഡൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. അത് 1838 തൊട്ടടുത്ത വർഷം 39 ആര് കണ്ടെത്തി? തിയോഡർ ഷാൻ കണ്ടെത്തി ജന്തുശരീരവും എങ്ങനെയാണ്? കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. ഇപ്പോൾ തൊട്ടടുത്തടുത്ത വർഷങ്ങളാണ്. ഇനി അത് കഴിഞ്ഞ് കുറച്ച് കാലം കൂടെ കഴിഞ്ഞപ്പോൾ 1858 റുഡോൾഫ് വൃഷോയാണ് കണ്ടെത്തിയത് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയവ ഉണ്ടാകൂ എന്ന നിഗമനം രൂപീകരിച്ചു അല്ലേ. കോശങ്ങളെ വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ചു. അങ്ങനെ നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയവ ഉണ്ടാകൂ എന്ന് നിരീക്ഷിച്ച ആരാണ്? റുഡോൾഫ് വൃഷോ 1858. ഇത് ഇതേപോലെ തന്നെ PSC ചോദിച്ചിട്ടുണ്ട്, വർഷം സഹിതം ചോദിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പോയിന്റ് പോലും കളയാണ്ട് പഠിക്കണം. മൈക്രോസ്കോപ്പിലൂടെ കോശത്തെ നോക്കിയത് ആരാണ്? റോബർട്ട് ഹുക്കാണ്. പിന്നെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ച റോബർട്ട് ബ്രൗൺ ആണ്. സസ്യശരീരം കോശങ്ങളാണ് നിർമ്മിച്ച MJ സ്ലീഡനും, ജന്തുശരീരം ആണെങ്കിൽ തിയോഡർ ഷാന്. പിന്നെ നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയവ ഉണ്ടാകൂ എന്ന് കണ്ടെത്തിയത് റുഡോൾഫ് വൃഷോ. വർഷങ്ങൾ ഓർത്തിരിക്കണം. മൈക്രോസ്കോപ്പിലൂടെ നോക്കിയത് 1665. ബാക്കിയുള്ളതും ഓർത്തിരിക്കണം കേട്ടോ. അങ്ങനെ ഈ പല ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടെത്തലുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ MJ സ്ലീഡനും തിയോഡർ ഷാനും ചേർന്ന് രൂപപ്പെടുത്തിയ സിദ്ധാന്തമാണ് കോശ സിദ്ധാന്തം അല്ലെങ്കിൽ സെൽ തിയറി എന്ന് പറയുന്നത്. എന്താണ്? കോശ സിദ്ധാന്തം ആവിഷ്കരിച്ച ആരൊക്കെയാണ്? MJ സ്ലീഡനും തിയോഡർ ഷാനും ചേർന്ന്. രണ്ട് മുഖ്യ ആശയങ്ങളാണ് കോശ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്. അതിൽ ഒന്നാമത്തെ പോയിന്റ്, എല്ലാ ജീവശരീരവും കോശങ്ങളാൽ നിർമ്മിതമാണ്. എന്താണ്? എല്ലാ ജീവശരീരവും കോശങ്ങളാൽ നിർമ്മിതമാണ്. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. ഈ 2 പോയിന്റാണ് കോശ സിദ്ധാന്തത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് കോശത്തിൻ്റെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്? അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു, പിന്നെന്താണ്?
പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു. പിന്നെയോ ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു. ഇതൊക്കെയാണ് കോശത്തിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? തിയോഡർ ഷാനും MJ സ്ലീഡനും കൂടി ചേർന്നിട്ടാണ്. അതിൽ പ്രധാനപ്പെട്ട ആശയങ്ങൾ 2 പോയിന്റ് ഓർത്തിരിക്കണം. പിന്നെ പറഞ്ഞത് കോശങ്ങളുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സസ്യകോശത്തിന്റെ ഭാഗമാണ് കാണിച്ചിരിക്കുന്നത്. സസ്യകോശത്തിനകത്ത് എന്തൊക്കെ പ്രധാനപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ ഇത് പഠിക്കണം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും PSC ചോദിക്കുന്നതാണ്, ഒരു പോയിന്റ് പോലും വിടാണ്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ സസ്യകോശത്തിൽ എന്തൊക്കെയാണെന്നാണ് കാണിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഒന്നാമത്തേതാണ് മർമ്മം അല്ലേ, മർമ്മമുണ്ട്, പിന്നെ കോശസ്തരമുണ്ട്, റൈബോസോമുണ്ട്, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, കോശദ്രവ്യം, ഹരിതകണം, ഗോൾഗി കോംപ്ലക്സ്, ഫേനം, മൈറ്റോകോൺട്രിയോൺ, കോശഭിത്തി. ഇത്രയാണ് പ്രധാനപ്പെട്ട ഒരു സസ്യകോശത്തിൽ കാണപ്പെടുന്ന ഭാഗങ്ങൾ. ഇനി നമുക്ക് ഓരോന്നും എന്താണ്, അവയുടെ ഫംഗ്ഷൻ എന്താണ്, അത് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കണം. അങ്ങനെയാണ് PSC ചോദിക്കുന്നത്. ഓരോന്നിൻ്റെ ഫംഗ്ഷൻ നമുക്ക് കറക്റ്റായിട്ട് ഓർത്തിരിക്കണം. ഇനി അതിനകത്ത് നോക്കട്ടെ, ഒരു കാര്യം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഈ കോശഭിത്തിയും കോശസ്തരമൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഒന്നും കൂടി പറയാം. അപ്പം എന്താണ് ജീവദ്രവ്യം, അതുപോലെ കോശദ്രവ്യം എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഈ കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും കൂടി ചേർത്ത് പറയുന്നതാണ് ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം. ഇംഗ്ലീഷ് ഓർത്തിരിക്കണം, അങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. കോശസ്തരത്തിലെ എല്ലാ പദാർത്ഥങ്ങളെയും കൂടി ചേർത്ത് പറയുന്നതാണ് ജീവദ്രവ്യം. ഓക്കെ, ഈ ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗമാണ് കോശദ്രവ്യം. എന്താണ്? ജീവദ്രവ്യത്തിൽ തന്നെ മർമ്മം ഒഴികെയുള്ള ഭാഗമാണ് കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ടും മനസ്സിലായോ? പ്രോട്ടോപ്ലാസം എന്ന് വെച്ചാൽ എല്ലാം കൂടി ചേർത്ത് പറയും പ്രോട്ടോപ്ലാസം. സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ മർമ്മം ഒഴികെയുള്ള ഭാഗമാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ഇനി ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും കോശദ്രവ്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളെയാണ് കോശാംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കോശാംഗങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞ മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, അതൊക്കെ എന്താണ്? കോശാംഗങ്ങളാണ് അല്ലെങ്കിൽ സെൽ ഓർഗനൽസ് ആണ്. അപ്പം നമുക്ക് ഓരോന്നിനെയും കുറിച്ച് നോക്കാം. ഒന്നാമതാണ് മൈറ്റോകോൺട്രിയാണ്. ഇതിൻ്റെ രൂപം കണ്ടോ? എന്താണ് മൈറ്റോകോൺട്രിയാണ്? അതിൻ്റെ ഫംഗ്ഷൻ ഓർത്തിരിക്കണം കേട്ടോ. കോശത്തിനുള്ളിലെ ഊർജ നിലയം ഊർജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്നു. അപ്പോൾ എന്താണ് ഊർജ നിലയം എന്നറിയപ്പെടുന്നതാണ് മൈറ്റോകോൺട്രിയ. ഊർജ ആവശ്യം കൂടുതലുള്ള കരൾ, തലച്ചോറ്, പേശികൾ അവിടങ്ങളിലൊക്കെയാണ് എന്നിവയിലെ കോശങ്ങളിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നു. അപ്പോൾ 2 കാര്യങ്ങൾ ഓർത്തിരിക്കണം. കോശത്തിൻ്റെ ഊർജ നിലയം എന്നറിയപ്പെടുന്നു. എവിടേക്കാണ് കൂടുതലായിട്ടും കാണുന്നത്? കരൾ, തലച്ചോറ്, പേശികൾ, അവിടേക്കാണല്ലോ കൂടുതൽ ഊർജ്ജം ആവശ്യമുള്ളത്. അപ്പോൾ അവിടെയാണ് കൂടുതലായിട്ട് മൈറ്റോകോൺട്രിയൻ കോശങ്ങൾ കാണുന്നത്. ഇനി അടുത്തതാണ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം അതിനറിയപ്പെടുന്ന പേരാണ് കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്നു. കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കാൻ സഹായിക്കുന്നതാണ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ വേറൊരു ഫംഗ്ഷൻ അറിയപ്പെടുന്നത് ഇത് കോശ അസ്ഥികൂടം എന്നറിയപ്പെടുന്നു. കാരണം കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നത് ആരാണ്? ഈ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലമാണ്. അതുകൊണ്ട് കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്ന സെൽ ഓർഗനാലാണ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് റൈബോസോം. റൈബോസോമിൻ്റെ പ്രധാന ഫംഗ്ഷൻ കോശത്തിലെ മാംസ നിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം. ഇത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിനോട് ചേർന്നോ അല്ലെങ്കിൽ കോശദ്രവ്യത്തിന് സ്വതന്ത്രമായിട്ടോ ആണ് കാണപ്പെടുന്നത്. അതിൻ്റെ ഫംഗ്ഷൻ ഓർത്തിരിക്കണം. എന്താണ് ഫംഗ്ഷന്? മാംസ നിർമ്മാണത്തിന് സഹായിക്കുന്ന കോശാംഗം അല്ലെ സെൽ ഓർഗനലാണ് എന്ത്? റൈബോസോം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഫേനം. ഫേനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലം കൊണ്ട് ഇങ്ങനെ ആവരണം ചെയ്തിട്ടാണ് ഈ ഫേനം കാണപ്പെടുന്നത്. ഇത് എന്തൊക്കെ സംഭരിക്കുമെന്ന് ചോദിച്ചാൽ ജലം, ലവണം, വിസർജ്യ വസ്തുക്കളൊക്കെ സംഭരിച്ചു വെക്കുന്നത് ഈ ഫേനത്തിനുള്ളിലാണ്. ഓക്കെ, അപ്പം ഫേനത്തിനെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന സ്ഥലമാണ് ടോണോപ്ലാസ്റ്റ്. ജലം, ലവണം, വിസർജ്യ വസ്തുക്കളൊക്കെ സംഭരിച്ചു വെക്കുന്നത് ഈ ഫേനത്തിനുള്ളിലാണ്. ഇനി അടുത്ത ഒരു കോശാംഗമാണ് ഗോൾഗി കോംപ്ലക്സ്. എന്താണ് ഗോൾഗി കോംപ്ലക്സ് എന്ന് പറയുന്നത്? രാസാഗ്നികൾ അല്ലെങ്കിൽ ഹോർമോണുകൾ അല്ലെങ്കിൽ ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്തര സഞ്ചിയിലാക്കുന്നതാണ് ആര്? ഈ ഗോൾഗി കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതലായിട്ടും കാണപ്പെടുന്ന എവിടെ ആയിരിക്കും? ഗ്രന്ഥി കോശങ്ങളിലായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ ഹോർമോണും രാസാഗ്നികളൊക്കെ ഉള്ളത് ഗ്രന്ഥി കോശങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന കോശാംഗമാണ് ഗോൾഗി കോംപ്ലക്സ് എന്ന് പറയുന്നത്. രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം അങ്ങനെയുള്ള ചെറു സ്രവങ്ങളെയൊക്കെ ചെറു സഞ്ചിയിലാക്കുന്നത് ആരാണ്? ഈ ഗോൾഗി കോംപ്ലക്സ് ആണ്. അപ്പോൾ കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഗ്രന്ഥി കോശങ്ങളിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. പ്രധാനപ്പെട്ട കോശത്തിനുള്ളിലെ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്.
ബാക്കിയൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. മർമ്മത്തിന് നമ്മൾ കുറച്ച് മർമ്മം കുറച്ച് അധികം പഠിക്കാനുള്ളതുകൊണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഓരോന്നിൻ്റെ ഫംഗ്ഷൻ ഓർത്തിരിക്കുക, എവിടെയാണ് കാണപ്പെടുന്നത്, അതാണ് മെയിനായിട്ട് നോക്കേണ്ടത് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് മർമ്മത്തിനെ കുറിച്ചാണ്. മർമ്മം അറിയപ്പെടുന്നത് കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം എന്നാണ് മർമ്മം അറിയപ്പെടുന്നത്. കാരണം ഈ കോശത്തിനുള്ളിൽ നമുക്കറിയാം അല്ലേ, ഒരുപാട് പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ അങ്ങനെ കോശത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിവിധ മാംസ തന്മാത്രകൾക്ക് അവരുടെയൊക്കെ മാംസതന്മാത്രകളുടെ നിർമ്മാണം നടക്കുന്നത് ഈ മർമ്മത്തിലെ ക്രൊമാറ്റിൻ ജാലികയുടെ ജീനുകളുടെ നിയന്ത്രണത്തിലാണ്. മനസ്സിലായോ? അതായത് കോശത്തിനുള്ളിലുള്ള വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനാൽ കോശത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിവിധ മാംസ തന്മാത്രകളുടെ നിർമ്മാണം നടക്കുന്നത് ഈ മർമ്മത്തിനുള്ളിലെ ക്രൊമാറ്റിൻ ജാലികയിലെ ജീനുകളുടെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ടാണ് കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമെന്നാണ് എന്തറിയപ്പെടുന്നത്, മർമ്മം അറിയപ്പെടുന്നത്. അപ്പോൾ മർമ്മത്തിനുള്ളിൽ എന്തൊക്കെ സംഭവങ്ങളുണ്ടെന്നാണ് കാണിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് മർമ്മകം. കണ്ടോ, മർമ്മകം ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഇവയെ റൈബോസം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് മർമ്മകം, ഏറ്റവും ഉള്ളിലുള്ള ചെറിയ റൗണ്ട്. പിന്നെ ഉള്ളതാണ് മർമ്മദ്രവ്യം, അതായത് മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗം. അവിടെ ഈ മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും കൂടി കാണപ്പെടുന്നത് എവിടെയാണ്? മർമ്മദ്രവ്യത്തിനാണ്. അത് ഓരോന്നും പഠിക്കണം കേട്ടോ. മർമ്മദ്രവ്യത്തിൽ ആരൊക്കെ കാണപ്പെടുന്നുണ്ട്? മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്നു. ഇനി മർമ്മസ്തരം ഒന്നുമില്ല, മർമ്മത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഇരുപാളിയാണത് മർമ്മസ്തരം എന്ന് പറയുന്നത്. ഇനി എന്താണ് ക്രൊമാറ്റിൻ ജാലിക? ക്രൊമാറ്റിൻ ജാലിക എന്ന് പറഞ്ഞാൽ ഈ മർമ്മദ്രവത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിടഞ്ഞ് കാണപ്പെടുന്നതാണ് ക്രൊമാറ്റിൻ ജാലിക. ഈ ക്രൊമാറ്റിൻ ജാലികയിലാണ് ആര് കാണപ്പെടുന്നത്? ജീനുകൾ ഉൾക്കൊള്ളുന്നത് ഈ ക്രൊമാറ്റിൻ ജാലികയിലാണ്. ഇനി അടുത്തതാണ് മർമ്മരന്ധ്രം. എന്താണ്? മർമ്മസ്ഥലത്തിലെ സൂക്ഷ്മ സുഷിരങ്ങൾ, പുറത്ത് കാണപ്പെടുന്ന സൂക്ഷ്മ സുഷിരങ്ങളാണ് മർമ്മത്തിനകത്തേക്കും അതുപോലെ തന്നെ പുറത്തേക്കുമുള്ള പദാർത്ഥങ്ങളുടെ സംവഹനത്തിന് സഹായിക്കുന്ന ആരാണ്? ഈ മർമ്മരന്ധ്രമാണ്. രന്ധ്രം എന്ന് പറഞ്ഞാൽ ചെറിയ സ്മോൾ സുഷിരമാണെന്ന് ഓർത്തിരുന്ന് വെച്ചാൽ മതി. അപ്പോൾ അത്രയാണ് മർമ്മത്തിനുള്ളിലുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. മർമ്മകം എന്താണെന്ന് പറയുന്നത് റൈബോസോം നിർമ്മാണത്തിൽ പങ്കുവഹിക്കുന്നു. മർമ്മദ്രവ്യത്തിനകത്ത് മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും കൂടി ചേർന്നാണ് മർമ്മദ്രവ്യം, ദ്രാവക ഭാഗമാണ്. മർമ്മസ്തരം ഒന്നുമില്ല, ആവരണം ചെയ്ത് കാണപ്പെടുന്ന സ്ഥലമാണ്. ക്രൊമാറ്റിൻ ജാലിക നമ്മൾ പറഞ്ഞു വലക്കണ്ണികൾ പോലെ മർമ്മദ്രവ്യത്തിൽ കാണപ്പെടുന്നു. അവിടെയാണ് ആരുള്ളത്? ജീനുള്ളത്. പിന്നെ മർമ്മരന്ധ്രം ചെറിയ ഹോളുകളാണ്, പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നു. അപ്പോൾ അത്രയാണ് മർമ്മത്തെക്കുറിച്ച് ഓർത്തിരിക്കേണ്ടത്. ഇനി പറയാൻ പോകുന്നത് മൈക്രോസ്കോപ്പിനെ പറ്റിയാണ്. മൈക്രോസ്കോപ്പ് എന്താണ്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? കോശവിജ്ഞാനീയത്തിൻ്റെ വളർച്ച മൈക്രോസ്കോപ്പുകളുടെ ഗവേഷണ രംഗത്തുണ്ടായ വളർച്ചയുടെ ഫലമാണെന്ന് പറയാം. അപ്പോൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന മൈക്രോസ്കോപ്പാണ് താഴെ കൊടുത്തിരിക്കുന്നത്, കണ്ടോ? അതാണ് ആദ്യകാല മൈക്രോസ്കോപ്പ്. ഇപ്പോൾ ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്നാണ് പറയുന്നത്, കണ്ടോ? ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്നതാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെയധികം നമ്മുടെ കോശവിജ്ഞാനത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്നുണ്ട്. പ്രകാശസ്രോതസ്സിന് പകരം ഇലക്ട്രോണുകളെ ഉപയോഗപ്പെടുത്തിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. സാധാരണ പ്രകാശം ഉപയോഗിച്ച് നമ്മൾ പറയാം, ലാസ്റ്റ് പറയുന്നുണ്ട്. ഇവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോണുകളെ പ്രയോജനപ്പെടുത്തിയാണ് ഈ മൈക്രോസ്കോപ്പുകളൊക്കെ പ്രവർത്തിക്കുന്നത്. അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി അടുത്തത് എന്താണ് പ്രോക്യാരിയോട്ടിക്, എന്താണ് യൂക്യാരിയോട്ടിക് എന്നാണ് പറയാൻ പോകുന്നത്. എന്താണ് പ്രോക്യാരിയോട്ടിക്? ബാക്ടീരിയ, സയനോ ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ അങ്ങനെയുള്ള കോശങ്ങളിൽ എന്തില്ല? മർമ്മം കാണപ്പെടുന്നില്ല. അങ്ങനെയുള്ളതിനെയാണ് പ്രോക്യാരിയോട്ടിക് എന്ന് പറയുന്നത്. എന്താണ്? മർമ്മം ഇല്ലാത്ത കോശത്തിൽ മർമ്മം കാണപ്പെടാത്ത ജീവികൾ, ബാക്ടീരിയ, സയനോ ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ അവയൊക്കെയാണ് പ്രോക്യാരിയോട്ടിക് എന്നറിയപ്പെടുന്നത്. അപ്പോൾ യൂക്യാരിയോട്ടിക് എന്തായിരിക്കും? അമീബ, ജന്തുക്കൾ, സസ്യങ്ങൾ അവയുടെയൊക്കെ കോശങ്ങൾ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ മർമ്മമുണ്ട്, അവയാണ് യൂക്യാരിയോട്ടിക്. അപ്പം മർമ്മം ഇല്ലാത്ത, അതായത് കോശത്തിനുള്ളിൽ മർമ്മം കാണപ്പെടാത്തതാണ് പ്രോക്യാരിയോട്ടിക്. എക്സാമ്പിൾ ഓർക്കണം, ബാക്ടീരിയ, സയനോ ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ. ഇനിയും മർമ്മം ഉള്ളതാണ് ബാക്കി നമ്മൾ അമീബ, കോശങ്ങൾ, ജന്തുക്കൾ, സസ്യങ്ങൾ, നമ്മൾ മനുഷ്യരെല്ലാവരും എന്താണ്? യൂക്യാരിയോട്ടിക്. അപ്പം അത് രണ്ടും ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്തൊരു പോയിന്റാണ് എന്താണ് ജീവസ്തരങ്ങൾ. നമ്മൾ പറഞ്ഞു കോശത്തിന് ഒരു സ്തരാവരണം ഉണ്ടെന്ന് കണ്ടെത്തി. ഈ ആവരണമാണ് കോശത്തെ സമീപ കോശങ്ങളിൽ നിന്നും വേർതിരിക്കുന്നത്. അതുപോലെ തന്നെ മർമ്മത്തിനും മിക്ക കോശാംഗങ്ങൾക്കും സ്തരാവരണമുണ്ട്. അപ്പം കോശാംഗങ്ങളും അതുപോലെ കോശദ്രവ്യവും തമ്മിലുള്ള പദാർത്ഥ വിനിമയത്തെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഈ ജീവസ്തരങ്ങളാണ്. അപ്പോൾ ആവശ്യമായ പദാർത്ഥങ്ങളെ മാത്രം കടത്തിവിടുന്നതിനാൽ ഈ സ്ഥലങ്ങളെ വർണ്ണതാര്യ സ്ഥലങ്ങളെന്നും കൂടി അറിയപ്പെടുന്നുണ്ട്.
ഓക്കെ. അപ്പോൾ ജീവസ്തരങ്ങളൊന്നുമില്ല, കോശത്തെ മറ്റു കോശങ്ങളിൽ നിന്നും വേർതിരിക്കുന്നു. അതുപോലെ തന്നെ ഇവ തമ്മിലുള്ള പദാർത്ഥ വിനിമയം നിയന്ത്രിക്കുന്നതും ആരാണ്? ഈ ജീവസ്തരങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവ ആവശ്യമുള്ളതിനെ മാത്രം കടത്തിവിടുന്നത് കൊണ്ട് എന്തെന്ന് അറിയപ്പെടുന്നത്? വർണ്ണധാരി സ്ഥലങ്ങളെന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. ഇനി അടുത്തത് സസ്യകോശങ്ങളിലെ ആണെന്ത്? ജൈവ കണങ്ങൾ കാണപ്പെടുന്നത്. അതുപോലെ വർണ്ണകണങ്ങളിലെയാണ് വർണ്ണകങ്ങൾ കാണപ്പെടുന്നത്. വർണ്ണകങ്ങളും സൂര്യപ്രകാശവും. നമുക്ക് അതിനെപ്പറ്റി ബാക്കി എടുത്ത് നോക്കാം. അതായത് സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ജൈവ കണങ്ങൾ, പ്ലാസ്റ്റിഡ്സ് എന്ന് പറയും. പ്ലാസ്റ്റിഡ്സ് അത് 3 തരത്തിലുണ്ട്. 3 തരത്തിലുള്ള വർണ്ണകങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ്? 3 തരത്തിലുള്ള ജൈവ കണങ്ങളുണ്ട്. ജീവയല്ല, ജൈവ കണങ്ങളുണ്ട്. അതായിരിക്കാന്ന് ചോദിച്ചാൽ വർണ്ണകണം, പിന്നെ അതിന് ഇംഗ്ലീഷാണ് ക്രോമോപ്ലാസ്റ്റ്, പിന്നെ ഹരിതകണം അതാണ് ക്ലോറോപ്ലാസ്റ്റ്, പിന്നെ ശ്വേതകണം അതാണ് ലൂക്കോപ്ലാസ്റ്റ്. അപ്പോൾ 3 തരത്തിലുള്ള ജൈവ കണങ്ങളാണുള്ളത്. സസ്യകോശങ്ങളിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. വർണ്ണകണം, ഹരിതകണം, ശ്വേതകണം. അപ്പോൾ ഇനി ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ എന്തായിരിക്കും? വർണ്ണകണങ്ങളാണ് പൂക്കൾ, അതുപോലെ തന്നെ പഴങ്ങൾ, ഫലങ്ങൾ, അവയ്ക്കൊക്കെ നിറം നൽകുന്നത് ആരാണ്? ഈ വർണ്ണകണങ്ങളാണ്. വർണ്ണകണങ്ങളിലെ ചില വർണ്ണകങ്ങൾ അത് പഠിക്കണം, ഓരോന്നും പഠിക്കണം, ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? സാന്തോഫിൽ ഏത് നിറമാണ് കൊടുക്കുന്നത്? മഞ്ഞ നിറം കൊടുക്കുന്നത് സാന്തോഫിൽ. ഇനി മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം നൽകുന്നതാണ് കരോട്ടിൻ. ഇനി ചുവപ്പ് നിറം കൊടുക്കുന്നത് ആരാണ്? ചുവപ്പും പർപ്പിളൊക്കെ ആന്തോസയാനിൻ. ചുവപ്പും അതുപോലെ തന്നെ പർപ്പിൾ നിറങ്ങളൊക്കെ ആന്തോസയാനിൻ. അപ്പോൾ ഇവയൊക്കെ എന്താണ്? വർണ്ണകണങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്, നിറം കൊടുക്കുന്നത്. ഇനി അടുത്തതാണ് എന്താണ്? ഇവയുടെ ചിലത്തിൽ കൂടുതലും ചിലവ് കുറവുണ്ട്. അപ്പം അങ്ങനെയാണ് പല നിറങ്ങളിൽ കാണപ്പെടുന്നത്. ഇനിയും പ്രത്യേക നിറമില്ലാത്ത ജൈവകണങ്ങളെയാണ് ശ്വേതകണങ്ങളെന്ന് പറയുന്നത്. നിറമില്ലാത്തതാണ് ശ്വേതകണങ്ങളെന്ന് പറയുന്നത്. സാധാരണയായിട്ട് കാണപ്പെടുന്നത് സംഭരണം നടക്കുന്ന കോശങ്ങളിലാണ്. സംഭരണം, കപ്പ അങ്ങനെയൊക്കെയുള്ള സംഭരിച്ച് വെക്കില്ല, അങ്ങനെയുള്ളതിലാണ് ഈ ശ്വേതകണങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇനി പാകമാകുന്നതിനനുസരിച്ച് ഫലങ്ങളിലെ ഹരിതകണം അറിയാമല്ലോ, പച്ചക്കളർ എന്തായിട്ട് മാറുന്നു? വർണ്ണകങ്ങളായിട്ട് മാറും. നമുക്കറിയാമല്ലോ, ഇപ്പം എന്ത് സാധനം ആദ്യമേ ഉണ്ടാകുമ്പോൾ പച്ചക്കളറാണ്, പിന്നെയാണ് വേറെ കളറ് മാറുന്നത്. അപ്പോൾ ആദ്യമേ എന്താണ്? ഹരിതകണമാണ്. അപ്പോൾ അത് കൂടുതലായിട്ട് വളർന്നു കഴിയുമ്പോൾ എന്തായിട്ട് മാറുന്നത്? വർണ്ണകണങ്ങളായിട്ട് മാറുന്നു. അന്നജവും പഞ്ചസാരകളായി മാറുന്നു. ഇതാണ് പഴങ്ങളുടെ നിറമാറ്റത്തിനും രുചിമാറ്റത്തിനും പിന്നിലുള്ള രഹസ്യം. അന്നജം എന്തായിട്ട് മാറുന്നു? പഞ്ചസാരകളായിട്ട് മാറുന്നു. അപ്പോൾ ഇതാണ് പറയുക, ജൈവകണങ്ങൾ സസ്യങ്ങളിലെ കോശങ്ങളിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. 3 തരത്തിലുണ്ട്: വർണ്ണകണം, ഹരിതകണം, ശ്വേതകണം. വർണ്ണകണമാണ് കളർ കൊടുക്കുന്നത്. പല കളറിൻ്റെ കാര്യം പറഞ്ഞു. സാന്തോഫിൽ മഞ്ഞ, കരോട്ടിൻ മഞ്ഞ കലർന്ന ഓറഞ്ച്, ആന്തോസയാനിൻ ചുവപ്പും പർപ്പിൾ നിറങ്ങൾ. പിന്നെ ശ്വേതകണം എന്ന് വെച്ചാൽ നിറമില്ലാത്ത, അതായത് ഈ സംഭരണ കോശങ്ങളിലൊക്കെ ആയിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ അത്രയും ഓർത്തിരിക്കുക. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ജന്തുകോശം. ഇപ്പം നമ്മൾ സസ്യകോശത്തിനെ പറ്റി പറഞ്ഞു, അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് പഠിച്ചു. ഇനി അടുത്ത ജന്തുകോശത്തിൻ്റെ ഘടനയാണ് കൊടുത്തിരിക്കുന്നത്. മുമ്പേ പറഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ട്. എന്തൊക്കെയുണ്ട്? കോശസ്തരമുണ്ട്, മർമ്മമുണ്ട്, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം ഉണ്ട്, ഗോൾഗി കോംപ്ലക്സ് ഉണ്ട്. ഇനി അതിലെ കൂടാതെ 2 കാര്യങ്ങളാണ് ജന്തുകോശത്തിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ലൈസോസോം. എന്താണ്? ലൈസോസോമും സെൻട്രോസോമും ഇതിൽ മാത്രം കാണപ്പെടുന്നതാണ്. എന്താണ് സെൻട്രോസോം എന്ന് വെച്ചാൽ? ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് സെൻട്രോസോം. കോശ വിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഈ സെൻട്രോസോമിലാണ്. അപ്പോൾ കോശ വിഭജനത്തിന് സഹായിക്കുന്ന ഒരു പ്രധാന കണമാണ് എന്ത്? സെൻട്രോസോം എന്ന് പറയുന്നത്. ഓർത്തിരിക്കണം, ജന്തുകോശങ്ങളിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ഇനി ലൈസോസോമാണ് കേട്ടോ. ലൈസോസായി മറന്നുപോയി. ലൈസോസം നമ്മുടെ കണ്ണിലുള്ള രാസാഗ്നിയാണ്. ഇത് ലൈസോസോമാണ്. കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ ദഹിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് എന്ത്? ലൈസോസോം എന്ന് പറയുന്നത്. ജന്തുകോശത്തിലാണെന്ത് കാണപ്പെടുന്നത്. അപ്പോൾ 2 കാര്യങ്ങൾ സസ്യകോശങ്ങളിൽ നിന്ന് മാറ്റി നിർത്താം. 2 കാര്യങ്ങൾ ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നതാണ്: ലൈസോസോമും സെൻട്രോസോമും. ഇനി സസ്യകോശങ്ങളിൽ മാത്രമേ ഉള്ളത് ഒന്നാമത്തെ കോശഭിത്തി നമ്മൾ പറഞ്ഞു. കോശഭിത്തി സസ്യകോശങ്ങളിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ജൈവ കണങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിഡ്സ്, അത് 2ഉം സസ്യകോശങ്ങളിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ജന്തുകോശവും സസ്യകോശവും തമ്മിലുള്ള വ്യത്യാസം. ബാക്കിയൊക്കെ 2ലും ഒരുപോലെ തന്നെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കോശങ്ങളെ പറ്റി പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ നമ്മളിപ്പോൾ പഠിച്ചത് എന്താണ്? കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ എല്ലായിടത്തും കോശങ്ങളുണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരഭാഗങ്ങളെല്ലാം ഒരേപോലെ ഇരിക്കണ്ടേ? കണ്ണും മൂക്കും വായ്ക്കൊക്കെ കോശം ഉള്ളതാണ്. പക്ഷെ എല്ലാം ഒരേപോലെ ആണോ ഇരിക്കുന്നത്? അല്ല. എന്തായിരിക്കും അതിന് കാരണം? കോശങ്ങളുണ്ടെന്നുള്ള സത്യമാണ്, പക്ഷേ
ഒരേ ഇനം കോശങ്ങളല്ല, പലതരത്തിലുള്ള കോശങ്ങളാണ് ഓരോ സ്ഥലങ്ങളിലും കാണപ്പെടുന്നത്. തലച്ചോറിൽ കാണപ്പെടുന്ന എന്താണ്? നാഡീകോശങ്ങൾ. അസ്ഥികളിലൊക്കെ കയ്യിലും കാലിലൊക്കെ കാണപ്പെടുന്ന അസ്ഥികോശങ്ങൾ. ഹൃദയത്തിൻ്റെ അവിടെയൊക്കെ ആണെങ്കിൽ എന്താണ്? രക്തകോശങ്ങൾ. പിന്നെ കാലിൽ മസിലിലൊക്കെ എന്താണ്? പേശീകോശങ്ങൾ. അങ്ങനെ പല തരത്തിലുള്ള കോശങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അപ്പം മനുഷ്യ ശരീരത്തിൻ്റെ ഓരോ ഭാഗവും വിവിധ തരത്തിൽപ്പെട്ട കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നാഡീകോശം, പേശീകോശം, രക്തകോശം, അസ്ഥികോശം, അങ്ങനെ പലതരത്തിൽ 200ഓളം വ്യത്യസ്ത ഇനം കോശങ്ങൾ മനുഷ്യ ശരീരത്തിലുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് കലകൾ അല്ലെങ്കിൽ ടിഷ്യൂ. ഇപ്പോൾ നമ്മൾ കോശത്തെ പറ്റിയാണ് പറഞ്ഞത്, സെല്ലിനെ പറ്റിയാണ് പറഞ്ഞത്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ടിഷ്യൂ അല്ലെങ്കിൽ കലകൾ എന്ന് പറയുന്നത്. എന്താണ് കലകൾ? ഓരോ കോശത്തിൽ നിന്നും രൂപപ്പെടുന്നതും പ്രത്യേക ധർമ്മം വഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടമാണ് കലകൾ എന്ന് പറയുന്നത്. എന്താണ്? കോശങ്ങൾ ചേർന്നിട്ടുണ്ടാകുന്ന ഒരു കൂട്ടമാണ് കലകൾ എന്ന് പറയുന്നത്. ബഹുകോശ ജീവികളായ ജന്തുക്കളിലും സസ്യങ്ങളിലും വിവിധ തരത്തിലുള്ള കലകളുണ്ട്. ഓക്കെ, അപ്പോൾ അവയ്ക്ക് പല പല ഫങ്ഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പം കലയെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. എന്താണ്? കോശങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്നതാണ് കലകൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ഒരു ഒറ്റ കോശം, അതായത് സീക്താണ്ഡം എന്നുള്ള ഒരു ഒറ്റ കോശത്തിൽ നിന്ന് രൂപം പ്രാപിച്ചതാണ് നമ്മുടെ മനുഷ്യ ശരീരം അല്ലേ. സീക്താണ്ഡം എന്ത് ചെയ്യും? തുടർച്ചയായിട്ട് വിഭജിക്കപ്പെട്ട് ആകൃതിയിലും വലുപ്പത്തിലും ഉള്ളടക്കത്തിലും വ്യത്യസ്തമായ കോശങ്ങൾ ചേർന്ന് ഭ്രൂണമായിട്ട് മാറുന്നു. ഈ ഭ്രൂണകോശങ്ങൾ ക്രമാനുഗതമായി വളർന്നിട്ട് എന്തായിട്ട് മാറുന്നത്? ഒരു മനുഷ്യ ശരീരമായിട്ട് രൂപപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു പ്രക്രിയയാണ് കോശ വൈവിധ്യവൽക്കരണം എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ സെൽ ഡിഫറൻസിയേഷൻ എന്നറിയപ്പെടുന്നതാണ് ഈ ഒരു പ്രക്രിയ. അതായത് സീക്താണ്ഡത്തിൽ നിന്ന് നമ്മുടെ മനുഷ്യ ശരീരം രൂപപ്പെടുന്ന ആ ഒരു പ്രക്രിയയ്ക്കാണ് കോശ വൈവിധ്യവൽക്കരണം എന്ന് പറയുന്നത്. സീക്താണ്ഡം ആദ്യം കാണപ്പെടുന്നു, പിന്നെ എന്തായിട്ട് മാറുന്നു? ഭ്രൂണകോശങ്ങളാകുന്നു. ഈ ഭ്രൂണകോശത്തിൽ നിന്നാണ് നാഡീകോശവും അസ്ഥികോശവും രക്തകോശവും പേശീകോശങ്ങളൊക്കെ ആയിട്ട് മനുഷ്യ ശരീരം രൂപപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് കോശ വൈവിധ്യവൽക്കരണം അല്ലെങ്കിൽ സെൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് എന്താണ് വിത്ത് കോശങ്ങൾ. PSC ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. എന്ത് വിത്ത് കോശം എന്നാൽ ഏത് കോശമായും മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളെയാണ് വിത്ത് കോശങ്ങൾ. ഇവിടെ മറ്റൊരു പേരാണ് മൂലകോശങ്ങൾ എന്നറിയപ്പെടുന്നത്. എന്താണ്? ഏത് കോശമായും മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളെയാണ് വിത്ത് കോശങ്ങൾ, സ്റ്റെം സെൽസ്. അവിടെ മറ്റൊരു പേരാണ് മൂലകോശങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ദീർഘമായ വൈവിധ്യവൽക്കരണ പ്രക്രിയയിലൂടെയാണ് വിത്ത് കോശങ്ങൾ എന്തായിട്ട് മാറുന്നത്? മറ്റു കോശങ്ങളായിട്ട് മാറുന്നത്. നമുക്കറിയാം, നമ്മുടെ കൈയൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അവിടെ വേറൊരു ഇതുപോലെ വന്നതായിട്ട് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ മുറിവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ നശിക്കുമ്പോൾ, കലകളിലെ കോശങ്ങൾ നശിക്കുമ്പോൾ അവയ്ക്ക് പകരം പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത് എവിടെ നിന്നാണ്? ഈ വിത്ത് കോശങ്ങളിൽ നിന്നാണ്. മജ്ജ, ത്വക്ക്, അന്നപദം, അവിടെയുള്ള ശരീരഭാഗങ്ങളിലൊക്കെ എന്തുണ്ട്? വിത്ത് കോശങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വിത്ത് കോശങ്ങൾക്ക് വിഭജനത്തിലൂടെ മറ്റ് കോശങ്ങളായി മാറാനോ അല്ലെങ്കിൽ വിത്ത് കോശങ്ങളിൽ തന്നെ തുടരാനോ ഉള്ള കഴിവുകളുണ്ട്. അപ്പോൾ അതാണ് വിത്ത് കോശം. ഏത് കോശമായും മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളെയാണ് വിത്ത് കോശങ്ങളെന്ന് പറയുന്നത്. ഇപ്പോൾ ഗവേഷണശാലകളിൽ നിന്നൊക്കെ വിത്ത് കോശങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വിത്ത് കോശങ്ങളിൽ നിന്ന് അപലഷണീയമായ കോശങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും. അങ്ങനെ രക്താർബുദം, പ്രമേഹം, പാർക്കിൻസൺസ് അവയുടെയൊക്കെ ചികിത്സയ്ക്കും കൃത്രിമ അവയവങ്ങൾ രൂപപ്പെടുത്തുന്നതിനൊക്കെ ഈ വിത്ത് കോശ ഗവേഷണം എന്ത് ചെയ്യുന്നു? വളരെയധികം പ്രതീക്ഷ തരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന ജന്തു കലകളെക്കുറിച്ചാണ്. പലതരത്തിലുള്ള കലകളുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഓരോ നമ്മുടെ ശരീരഭാഗത്ത് കാണപ്പെടുന്ന കലകളാണ്. അത് എവിടേക്കാണ്, അതിൻ്റെ ഫങ്ഷൻ എന്താണെന്നൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തേതാണ് ആവരണകല. എന്താണ്? ആവരണകല അല്ലെങ്കിൽ എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയും. അതിൻ്റെ ഫങ്ഷൻ ആവരണം തന്നെ ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്ന അന്നപഥത്തിൻ്റെ ഉൾബദ്ധിയെ ആവരണം ചെയ്യുന്നു. അന്നപഥത്തിൻ്റെ ഉൾബദ്ധിയെ. ഇവിടെ ഫങ്ഷൻ ഇതൊക്കെയാണ്: സംരക്ഷണം, ആഗീരണം, സ്രവങ്ങളുടെ ഉൽപ്പാദനം. അവയൊക്കെയാണ് അവയുടെ ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞത് ആവരണകല അല്ലെങ്കിൽ എപ്പിത്തീലിയൽ ടിഷ്യൂസ്. അവ ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു, അന്നപഥത്തിൻ്റെയൊക്കെ ഉൾബദ്ധിയെ ആവരണം ചെയ്യുന്നു, സംരക്ഷണം, ആഗീരണം, സ്രവങ്ങളുടെ ഉൽപ്പാദനം. ഇനി അടുത്തതാണ് നാഡീകല, നെർവസ് ടിഷ്യൂസ്. നെർവസ്, നാഡി. എന്തായിരിക്കും അതിൻ്റെ ഫങ്ഷൻ ഓർത്തിരിക്കണം, മാറിപ്പോവരുത്. ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. എന്താ പറഞ്ഞ? ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ്
പ്രതികരിക്കാൻ സഹായിക്കുന്നു. ഈ സെൻറ്റൻസ് ഇതേപോലെ തന്നെ പഠിക്കണം, PSC ഇങ്ങനെ തന്നെ ചോദിക്കുന്നതാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്: ശരീരപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു, ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നതും ആരാണ്? നാഡീകല അല്ലെങ്കിൽ നെർവസ് ടിഷ്യൂ ആണ്. ഇനി അടുത്തതാണ് പേശീകല, മസ്കുലാർ ടിഷ്യൂ. എന്തായിരിക്കും? സങ്കോചിക്കാനും പൂർവസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങളാണ് പേശീകല. അങ്ങനെയുള്ള കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് പേശീകല. ശരീര ചലനം സാധ്യമാകുന്നു. എന്താണ്? സങ്കോചിക്കാനും പൂർവസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങളാണ് പേശീകലയിലുള്ളത്. ശരീര ചലനം സാധ്യമാക്കുന്നത് ആരാണ്? പേശീകലയാണ്. ഇനി അടുത്തതാണ് യോജകകല അല്ലെങ്കിൽ കണക്റ്റീവ് ടിഷ്യൂസ്. എന്താണ്? മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്നു. ഇനി എവിടേക്കാണ്? അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം തുടങ്ങിയവയൊക്കെ വിവിധ യോജക കലകളാണ്. അപ്പോൾ യോജക കലകൾക്ക് എക്സാമ്പിളാണ് അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം. അസ്ഥിയും തരുണാസ്ഥിയും ശരീരത്തിന് എന്ത് ചെയ്യുന്നു? താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു. നാരുകല ഇതര കലകളെ ബന്ധിപ്പിക്കുന്നു. ഓക്കെ. അതുപോലെ തന്നെ പദാർത്ഥ സംവഹനം, രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങളാണ് രക്തം വഹിക്കുന്നത്. നമ്മൾ പറഞ്ഞു മൂന്നിടത്തും ആരാ കാണപ്പെടുന്നത്? യോജകകല കാണപ്പെടുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അസ്ഥിയിലും തരുണാസ്ഥിയും എന്ത് ചെയ്യുന്നു? നമ്മുടെ ശരീരത്തിന് സംരക്ഷണം നൽകുന്നു, അല്ലെ? താങ്ങും സംരക്ഷണവും ആകൃതിയൊക്കെ നൽകുന്നു. നാരുകലയാണെങ്കിൽ ഇതര കലകളെ ബന്ധിപ്പിക്കുന്നു. രക്തത്തിന്റെ ഫംഗ്ഷൻ എന്താണ്? പദാർത്ഥ സംവഹനം, അതുപോലെ തന്നെ രോഗപ്രതിരോധം തുടങ്ങിയ ധർമ്മങ്ങളൊക്കെ ആരാണ്? രക്തമാണ് വഹിക്കുന്നത്. അപ്പം അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക, യോജക കലകളും പേശീകലകളും. ഈ യോജക കലകളെ പറ്റി പറയുവാണെങ്കിൽ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പ്രധാനമായും കലകളെ പരസ്പരം യോജിപ്പിക്കുന്ന ധർമ്മമാണ് യോജക കലകൾക്കുള്ളത്. പേശികളെ അസ്ഥിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഡെൻഡൈന്, അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സ്നായുക്കൾ, കണ്ണുകളെയും വൃക്കകളെയും എല്ലാം സ്ഥാനത്തുറപ്പിച്ച് നിർത്തുന്ന നാരുകൾ, അവയൊക്കെ എന്താണ്? യോജക കലകളാണ്. ഓർത്തിരിക്കണം കേട്ടോ, യോജകൾ എവിടേക്ക് കാണപ്പെടുന്നതെന്ന്. അതുപോലെ തന്നെ യോജക കലകളായ അസ്ഥിയും തരുണ നമ്മളിപ്പോൾ പറഞ്ഞു ശരീരത്തിന് എന്ത് ചെയ്യുന്നു? ആകൃതിയൊക്കെ നൽകുന്നു, ആകൃതിയും ബലവും ഒക്കെ നൽകുന്നു. അതുപോലെ ആന്തര അവയവങ്ങളെയൊക്കെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. പിന്നെ അതുപോലെ നമ്മുടെ പറഞ്ഞു ഇപ്പോൾ രക്തവും അതുപോലെ തന്നെ യോജക കലയാണെന്ന് പറഞ്ഞു. ശ്വസനവാതകങ്ങളുടെയും അതുപോലെ പോഷണങ്ങളുടെയൊക്കെ സംവഹനം, രോഗപ്രതിരോധം അങ്ങനെയൊക്കെയുള്ള ധർമ്മങ്ങളാണ് രക്തം വഹിക്കുന്നത്. അതിനൊക്കെ സഹായിക്കുന്ന ആരാണ്? ഈ യോജക കലകളാണ്. പിന്നെ ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത്, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും അതുപോലെ തന്നെ വൈവിധ്യമാർന്നതുമായ കലകളാണ് ആര്? യോജക കലകൾ. അപ്പോൾ മനുഷ്യശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏതാണ്? ഇപ്പോൾ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് യോജക കലകളാണ്. നമ്മൾ പ്രധാനമായിട്ടും 4 പറഞ്ഞു: ആവരണകല, നാഡീകല, പേശീകല, യോജകകല. ഇതിൽ മനുഷ്യശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും വൈവിധ്യമാർന്നതുമായ കലകളാണ് യോജക കലകൾ എന്ന് പറയുന്നത്. ഓർത്തിരിക്കണം. എവിടെയൊക്കെ കാണപ്പെടുന്നു ഓർക്കണം. അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം, അവിടെയൊക്കെ കാണപ്പെടുന്ന ആരാണ്? യോജക കലകളാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്, പഠിക്കണം. ഓരോ പോയിന്റ് ആ സെന്റൻസ് അതുപോലെ തന്നെ പഠിക്കണം കേട്ടോ. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് മെരിസ്റ്റമി. നമ്മളിപ്പോൾ പറഞ്ഞതെല്ലാം ജന്തുക്കളുടെ കാര്യമാണ്, അല്ലേ? ഇനി അടുത്ത് നമ്മൾ സസ്യങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. സസ്യങ്ങളിൽ എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യമാണ്. സസ്യങ്ങളിൽ കാണപ്പെടുന്നതാണ് മെരിസ്റ്റമീക കലകൾ. എന്താണ് മെരിസ്റ്റമീക കലകൾ? സസ്യങ്ങളിൽ കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങളാണ് മെരിസ്റ്റമീക കോശങ്ങൾ. അവയുടെ ധർമ്മം എന്തായിരിക്കും? ഒന്നുമില്ല, അറ്റത്ത് കാണപ്പെടുന്നില്ല. അപ്പോൾ എന്താണ്? വിഭജനം, ത്വരഗതിയിലുള്ള വിഭജനം മൂലം സസ്യ വളർച്ച കാരണമാകുന്നു. അപ്പോൾ എവിടെയാണ് കാണപ്പെടുന്നത്? കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും ഒക്കെ അഗ്രസ്ഥാനങ്ങളിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ അത് മെരിസ്റ്റമീക കോശത്തിൻ്റെ പടമാണ് കാണിച്ചിരിക്കുന്നത് കണ്ടോ. മെരിസ്റ്റമീക കോശം, പിന്നെന്താണ്? പൂർണ്ണ വളർച്ചയെത്തിയ കോശം, വീതി കൂടിയ ഭിത്തി, പിന്നെ പ്രാഥമിക ഭിത്തി, അങ്ങനെയുള്ള പടമാണ് കാണിച്ചിരിക്കുന്നത് കണ്ടോ. ഇനി അടുത്തത് ഇത് നമുക്ക് ഒരു പടം കാണിച്ചിരിക്കുന്നുണ്ടോ? ഒരു സസ്യകാണ്ഡത്തിൻ്റെ ഘടനയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിക്കേ. ഓരോ കളറിലും കാണിച്ചിരിക്കുന്ന ഓരോ തരത്തിലുള്ള കോശങ്ങളാണ് കേട്ടോ, സസ്യകലകളാണ്. അപ്പോൾ മഞ്ഞ കളറിൽ കാണിച്ചിരിക്കുന്നത് കോളങ്കൈമ, പിന്നെ പിങ്ക് കളറ് പാരങ്കൈമ, പിന്നെ എന്താണ്? സ്ക്ലീറൻകൈമ, ഫ്ലോയം, സൈലം, ഇവയൊക്കെ എന്താണ്? സസ്യകലകൾ. ഇപ്പം നമ്മൾ ജന്തുക്കളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ സസ്യങ്ങളിൽ കാണപ്പെടുന്ന പലതരത്തിലുള്ള കലകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോന്നിനെ പറ്റി നോക്കാം. നമ്മൾ അതേപോലെ ജന്തുക്കളുടെ പഠിച്ച പോലെ തന്നെ ഇതിനെപ്പറ്റി നോക്കാം. ഒന്നാമത്തേതാണ് പാരങ്കൈമ. നമ്മൾ പറഞ്ഞു പാരങ്കൈമ പറഞ്ഞാൽ ആ ഛേദത്തിൻ്റെ ആ പടത്തിൽ കണ്ടില്ലേ? എന്താണ് പാരങ്കൈമ എന്ന് പറഞ്ഞാൽ? ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നാണ് പാരങ്കൈമ ഉണ്ടാക്കിയിരിക്കുന്നത്. മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്നു. ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ പ്രകാശ സംശ്ലേഷണത്തിനും
ആഹാര സംഭരണത്തിനും സഹായിക്കുന്നത് ആരാണ്? പാരൻകൈമയാണ്. 3 പോയിന്റും പഠിക്കണം. ഏറ്റവും ലഘുഘടന എന്ന് ഓർക്കുക, മൃദു എന്ന് ഓർക്കുക. അപ്പം ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നാണ് മൃദുമായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്നു. ഫംഗ്ഷൻ 2 എണ്ണമാണ്. പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നു. ഇനി അടുത്തതാണ് കോളങ്കൈമ. കോളങ്കൈമ കാണപ്പെടുന്നത് കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കാണപ്പെടുന്നു. എവിടെയാണ്? കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കാണപ്പെടുന്ന കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നുണ്ടായതാണ് കോളങ്കൈമ. അപ്പം എല്ലാം കൂട്ടി തന്നെ കോശഭിത്തിയുടെ മൂലകളിൽ കട്ടി കൂടിയ തരം. അപ്പം അങ്ങനെ ഓർത്താൽ മതി. കോളങ്കൈമ കോശഭിത്തിയുടെ മൂലകളിൽ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ സസ്യങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു. കട്ടി കൂടിയത് അപ്പം നല്ല താങ്ങി നിർത്താൻ പറ്റുന്നെന്ന് ഓർത്താൽ മതി കോളങ്കൈമ. ഇനി അടുത്തത് സ്ക്ലിയറൻകൈമ. സ്ക്ലിയറൻകൈമ കാണപ്പെടുന്നത് കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ് സ്ക്ലിയറൻകൈമ എന്നറിയപ്പെടുന്നത്. ഇതും താങ്ങും പിന്നെ ബലവും നൽകുന്നു. രണ്ടും രണ്ടാണ്. മറ്റേത് താങ്ങും വഴക്കും. PSC അങ്ങനെയൊക്കെ തന്നെ ചോദിക്കും, നമ്മളെ തെറ്റിക്കാൻ വേണ്ടി. അപ്പം അങ്ങനെ തന്നെ പഠിക്കുക. കോളങ്കൈമ എന്താണ്? താങ്ങും വഴക്കവും നൽകുന്നു. സ്ക്ലിയറൻകൈമ താങ്ങും ബലവും നൽകുന്നു. അപ്പോൾ സ്ക്ലിയറൻകൈമ കാണപ്പെടുന്നത് എവിടെയാണ്? കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങളാണ് സ്ക്ലിയറൻകൈമ. ഇനി കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കാണപ്പെടുന്നത് എന്താണ്? കോളങ്കൈമ. പാരങ്കൈമയാണെങ്കിൽ കാണപ്പെടുന്നത് ലഘുഘടനയുള്ള മൃദുവായ ഭാഗങ്ങളിൽ മാത്രം കാണപ്പെടുന്നു. എല്ലാം അതേപോലെ തന്നെ പഠിക്കണം കേട്ടോ. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞത്, ഇനി അടുത്ത 2 എണ്ണം കൂടിയുണ്ട്, സൈലവും ഫ്ലോയവും. ഇപ്പം നമ്മൾ പറഞ്ഞ എന്താണ്? 3 കലകളെ പറ്റി പറഞ്ഞു. പാരങ്കൈമ, കോളങ്കൈമ, സ്ക്ലിയറൻകൈമ. ഇനി 2 എണ്ണം ഉള്ളതാണ് സൈലവും ഫ്ലോയവും. അതെന്താണെന്ന് നോക്കിയേ. സൈലം കണ്ടോ, ഫ്ലോയം. ആ പടം കാണിച്ചിരിക്കുന്നത് ആദ്യം കാണിച്ചിരിക്കുന്നത് സൈലത്തിൻ്റെയും രണ്ടാമത് കാണിച്ചിരിക്കുന്നത് ഫ്ലോയത്തിൻ്റെയുമാണ്. അപ്പോൾ നോക്കിയേ, സസ്യങ്ങളിൽ വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ആഹാരം സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിലും എത്തേണ്ടതുണ്ട്. ഈ ധർമ്മം നിർവഹിക്കുന്നതിന് പറയുന്ന പേരാണ് സംവഹന കലകൾ. എന്താണ്? സംവഹന കലകൾ. പലതരത്തിലുള്ള കോശങ്ങൾ ചേർന്നാണ് ഈ സംവഹന കലകൾ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവ സങ്കീർണ കലകൾ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ 2 തരത്തിലുള്ള സംവഹന കലകളാണുള്ളത്, സൈലവും ഫ്ലോയവും. അപ്പോൾ 2 ഫംഗ്ഷനാണുള്ളത്. എന്താണ്? ആദ്യമേ വേര് വലിച്ചെടുത്ത ജലവും ലവണവും ഇലകളിൽ എത്തിക്കണം. രണ്ടാമത്തെ ഫംഗ്ഷൻ ഇലകൾ നിർമ്മിക്കുന്ന ആഹാരം എല്ലാ ഭാഗത്തും എത്തിക്കണം. അതിൽ ഒന്നാമത്തേതാണ് സൈലം. സൈലം എന്താ ചെയ്യുന്നത്? സൈലത്തിൻ്റെ പടം കണ്ടോ? നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായിട്ടാണ് കാണപ്പെടുന്നത്. അതാണ് വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിൽ എത്തിക്കുന്നതാണ് ആര്? സൈലം. ദൃഢമായ കോശഭിത്തിയുള്ള കോശങ്ങളായതിനാൽ സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകാനും സൈലം സഹായിക്കും. അപ്പോൾ ഫ്ലോയം എന്തായിരിക്കും ചെയ്യുന്നത്? ഇപ്പം നമ്മൾ പറഞ്ഞു തരുന്നത് എന്താണ്? സസ്യങ്ങളിൽ നിർമ്മിക്കുന്ന ആഹാരം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഫ്ലോ ചെയ്യുന്നു. എല്ലാ ഭാഗത്തും ഫ്ലോ ചെയ്ത് എത്തിക്കുന്നത് ആരാണ്? ഫ്ലോയമാണ്. കുഴലുകളായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങളാണ് കേട്ടോ. ഓർത്തിരിക്കണം, ഡിഫറൻസ് ഓർത്തിരിക്കണം. വേരിൽ നിന്ന് ഇലകളിൽ എത്തിക്കുന്നത് സൈലവും, ഇനി ജന്തുക്കൾ അവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം എല്ലായിടത്തും എത്തിക്കുന്നത് ഫ്ലോയവും. അത്രയുള്ളതും പഠിക്കണം. ഇനി അടുത്ത് നോക്കിയ ഒരു പടം കാണിച്ചിരിക്കുന്ന മനുഷ്യ ശരീരത്തിൻ്റെ ഒരു പടമാണ്. അതിൽ ഓരോ സ്ഥലങ്ങളിലും കാണപ്പെടുന്ന കലകളാണ്. അപ്പോൾ ആമാശയം കണ്ടോ? ആമാശയത്തിൽ എന്തൊക്കെയുണ്ട്? നാഡീകലയുണ്ട്, പിന്നെ എന്തുണ്ട്? ആവരണ കലയുണ്ട് അല്ലേ? കുടലിൽ യോജക കലയുണ്ട്, പേശി കലയുണ്ട്. ഒരു ദഹന വ്യവസ്ഥയുടെ ഒരു പടമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മുടെ പല ശരീരങ്ങളിൽ കോശങ്ങളുണ്ടെങ്കിലും പല തരത്തിലുള്ള കോശങ്ങളാണ് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും കാണപ്പെടുന്നത് അല്ലേ? അപ്പോൾ അവയുടെയൊക്കെ ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ ശരീരത്തിന് ഈ ഒരു രൂപത്തിൽ കിട്ടുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളിലും ഉള്ള കോശങ്ങൾ പലതരത്തിലുള്ളതാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ്. ഇങ്ങോട്ട് നോക്കിയേ, ഇത്രയും കാര്യങ്ങൾ ചേർന്നിട്ടാണ് ഒരു ജീവി ഉണ്ടാകുന്നത്. ആദ്യമേ എന്താണ്? ആറ്റം അല്ലേ? ആറ്റങ്ങൾ ചേർന്ന് തന്മാത്രയുണ്ടാകുന്നു, തന്മാത്രകൾ ചേർന്ന് കോശാംഗം ഉണ്ടാകുന്നു, കോശാംഗങ്ങൾ ചേർന്ന് കോശമുണ്ടാകുന്നു, കോശങ്ങൾ ചേർന്ന് കലയുണ്ടാകുന്നു, പല തരത്തിലുള്ള കലകൾ ചേർന്ന് അവയവം ഉണ്ടാകുന്നു, അവയവമൊക്കെ ചേർന്നുണ്ടാകുന്നു അവയവ വ്യവസ്ഥ ഉണ്ടാകുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? അങ്ങനെ ഒരു ജീവി ഉണ്ടാകുന്നു. അങ്ങനെ പലതരത്തിലുള്ള ജീവികൾ ചേർന്നാണ് ജീവിഗണമെന്ന് പറയുന്നത്. പിന്നെ ഒത്തിരി തരത്തിലുള്ള ജീവികളെന്ന് പറയുമ്പോൾ ഒരേപോലത്തെ ജീവികൾ, ഇനി പലതരത്തിലുള്ള ചേരുമ്പോഴാണ് എന്ത്? ജീവി സമുദായം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു എല്ലാം റിലേറ്റഡ് ആയിട്ട് കിടക്കുവാണ്. ജസ്റ്റ് പറഞ്ഞാണ്. കോശങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞാലോ, ജീവൻ്റെ അടിസ്ഥാന ഘടകമാണ് കോശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കോശങ്ങൾ ചേർന്ന് തന്മാത്ര, കോശാംഗം, പിന്നെ കോശം,
കല, അവയവം, അവയവ വ്യവസ്ഥ, ജീവി, ജീവിഗണം, പിന്നെ എന്തുണ്ടാകുന്നു, ജീവി സമുദായം ഉണ്ടാകുന്നു. ഓർത്തിരിക്കുക കേട്ടോ. ഇതൊരു മൈക്രോസ്കോപ്പിൻ്റെ പടമാണ് കൊടുത്തിരിക്കുന്നത്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ്. നമ്മൾ എന്താണ് കോശങ്ങളെയൊക്കെ നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നോക്കണം കേട്ടോ. ഐ പീസ്, നോബുകൾ, ഒബ്ജക്റ്റീവ് ലെൻസ്, പിന്നെന്താണ് സ്റ്റേജും ക്ലിപ്പും, കണ്ടൻസർ, മിറർ, ഇത്രയൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇതിലെങ്ങനെയാണ് ഈ മൈക്രോസ്കോപ്പിലെ സ്റ്റേജിന് താഴെയായിട്ട് ഉറപ്പിച്ചിരിക്കുന്ന ഭാഗം നിരീക്ഷണ വസ്തുവിലേക്ക് പ്രകാശം പ്രതിഫലിപ്പിക്കാനുള്ളതാണ്. ഒരു ലോഹ വളയത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന ഈ ക്രമീകരണത്തിന് 2 തലങ്ങളാണുള്ളത്. അപ്പോൾ സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കുന്നതിനുള്ള സമതല ദർപ്പണവും പിന്നെ കൃത്രിമ പ്രകാശം പ്രതിഫലിക്കുന്നതിനുള്ള കോൺകേവ് ദർപ്പണവും. അപ്പോൾ അത് രണ്ടും ഓർത്തിരിക്കുക. സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കാനാണ് സമതല ദർപ്പണം. കൃത്രിമ പ്രകാശം പ്രതിഫലിപ്പിക്കുന്ന എവിടെയാണ്? കോൺകേവ്. ചോദിച്ചിട്ടുണ്ട്. കോൺകേവ് ദർപ്പണവും ഉണ്ട്. സ്റ്റേജിന്റെ അടിവശത്ത് ഉറപ്പിച്ചിരിക്കുന്ന കണ്ടൻസർ ലെൻസിലെ പ്രകാശത്തെ നിരീക്ഷണ വസ്തുവിൽ കേന്ദ്രീകരിക്കുന്നു. ഇനി കണ്ടൻസറിന്റെ ഭാഗമായ ഡയഫ്രം പ്രകാശ തീവ്രത ക്രമീകരിക്കാൻ സഹായിക്കുന്നു. ഇതിൽ ഓരോന്നിൻ്റെയും ഫംഗ്ഷനാണ് ഓർത്തിരിക്കുന്നത്. അപ്പോൾ സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ സമതല ദർപ്പണത്തിലാണ്. അതുപോലെ കൃത്രിമ പ്രകാശം പ്രതിഫലിപ്പിക്കുന്ന എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ കോൺകേവ് ദർപ്പണവും പ്രകാശ തീവ്രത ക്രമീകരിക്കുന്നത് ഡയഫ്രം എന്ന് വെച്ചാൽ കണ്ടൻസറിന്റെ ഭാഗമായ ഡയഫ്രമാണ്. അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. ഇനി എന്താണ് ആവർത്തന ശേഷി? മാഗ്നിഫിക്കേഷൻ പവർ. അതായത് ഒബ്ജക്റ്റീവ് ലെൻസുകളുടെ ആവർത്തന ശേഷി 10x അല്ലെങ്കിൽ 45x അങ്ങനെയൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഐ പീസിലും ഇത്തരത്തിലുള്ള രേഖപ്പെടുത്തൽ കാണാം. ഒബ്ജക്റ്റീവിലും ഐ പീസിലുമുള്ള സംഖ്യകളുടെ ഗുണനഫലമാണ് ആ മൈക്രോസ്കോപ്പിന്റെ ആവർത്തന ശേഷി എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവിലും പിന്നെ ഐ പീസിലുമുള്ള സംഖ്യകളുടെ ഗുണനഫലമാണ് മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തന ശേഷി എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക, ഫംഗ്ഷൻ ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അത് ഒരു പോയിന്റ് പോലും കളയാതെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.